വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മൈക്കിൾ ജാക്സന്റെ ചിമ്പാൻസി ആയിരുന്ന ബബിൾസിനെ കുറിച്ച് പരിചയപ്പെടാം. മൈക്കിൾ ജാക്സന്റെ വളർത്തു ചിമ്പാൻസി ആയിരുന്നു ബബിൾസ്. 1983 ടെക്സാസിലെ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ജനിച്ച ബബിൾസിനെ 1985 മൈക്കിൾ ജാക്സൺ വാങ്ങുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജാക്സണിന്റെ കൂടെ യാത്ര ചെയ്യാനും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും തുടങ്ങിയതോടെ ബബിൾസ് ലോക ശ്രദ്ധ നേടി. ഒരു പരീക്ഷണ മൃഗമായി ജീവിക്കേണ്ടിയിരുന്ന ബബിൾസിന് ജാക്സണിന്റെ കൂടെ ആഡംബര ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിച്ചു. ജാക്സണിന്റെ കൂടെ ലോകം മുഴുവൻ ബബിൾസ് യാത്ര ചെയ്തു. ജാക്സണിന്റെ സംഗീത വീഡിയോകളിൽ പോലും ബബിൾസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജപ്പാനിൽ ഒരു പ്രൊമോഷണൽ പര്യടനത്തിനിടെ ഒസാക്കയിലെ മേയറോടൊപ്പം ചായ കുടിക്കുന്ന ചിത്രം അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. 1988 നെതർലാൻഡ് റാഞ്ചിലേക്ക് താമസം മാറിയപ്പോൾ ബബിൾസിനും അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. അവൻ മൈക്കിളിന്റെ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങുകയും ഒരു കുട്ടിയെ പോലെ പരിഗണിക്കപ്പെടുകയും ചെയ്തു. ജാക്സന്റെ മുറിയിലെ ഒരു തൊട്ടിലിൽ ഉറങ്ങിയ ബബിൾസ് ഡയപ്പർ ധരിക്കുകയും ജാക്സന്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു പോന്നു. കൂടാതെ ജാക്സന്റെ ശൗചാലയമാണ് ബബിൾസും ഉപയോഗിച്ചിരുന്നത്. മാധ്യമങ്ങളിൽ ബബിൾസ് ഒരു താരമായിരുന്നു. അവന്റെ വിനോദപ്രദമായ പെരുമാറ്റങ്ങളും മൈക്കിളിനോടുള്ള അടുപ്പവും ശ്രദ്ധ നേടി. പ്രായം കൂടുന്നതനുസരിച്ച് ചിമ്പാൻസികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. ബബിൾസ് വലുതായപ്പോൾ കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. 1990കളുടെ അവസാനത്തോടെ മൈക്കിളിന് അവനെ മൃഗശാലയിലേക്കോ മറ്റ് സങ്കേതങ്ങളിലേക്കോ മാറ്റേണ്ടി വന്നു. ഇതോടെ 2005 അവനെ ഫ്ലോറിഡയിലെ സെന്റർ ഫോർ ഗ്രേറ്റ് ഏപ്സ് എന്ന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ 44 വയസ്സുള്ള ബബിൾസ് അവിടെ മറ്റ് ചിമ്പാൻസികളോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. അവന് കൂട്ടായി റിപ്ലി, ഊപ്സി, ബോമ, ജെസ്സി എന്നീ ചിമ്പാൻസികളുണ്ട്. ജാക്സൺ ബബിൾസിനെ സ്വന്തം കുട്ടിയെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബബിൾസിനെ സന്ദർശിക്കാൻ ജാക്സൺ പലപ്പോഴും ഫ്ലോറിഡയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ പോയിരുന്നു. സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർ ബബിൾസിനെ കലാകാരൻ, ശാന്തൻ, ലജ്ജാശീലൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അവനവിടെ ധാരാളം സ്വാതന്ത്ര്യമുണ്ട്. തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കാനും മരങ്ങളുടെ ചുവട്ടിൽ കൂടുണ്ടാക്കാനും ഉച്ചയ്ക്ക് മയങ്ങാനും ചിത്രം വരയ്ക്കാനുമെല്ലാം ബബിൾസിന് സാധിക്കുന്നു. ജാക്സണിന്റെ എസ്റ്റേറ്റ് ഇപ്പോഴും ബബിൾസിന്റെ സംരക്ഷണത്തിനായുള്ള പണം നൽകുന്നുണ്ട്. കൂടാതെ ജാക്സണിന്റെ ആരാധകർ ബബിൾസിന് ഇഷ്ടപ്പെട്ട പഴങ്ങളും പുതപ്പുകളും സമ്മാനമായി അയച്ചു കൊടുക്കാറുണ്ട്. മൈക്കിൾ ജാക്സണും ബബിൾസും തമ്മിലുള്ളത് വളരെ പ്രത്യേകമായ ഒരു ബന്ധമായിരുന്നു. ഒരു വളർത്തുമൃഗം എന്നിലുപരി അവർ നല്ല കൂട്ടുകാരായിരുന്നു. ബബിൾസ് ഇപ്പോഴും ഫ്ലോറിഡയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മൈക്കിൾ ജാക്സന്റെ ബബിൾസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.